ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 7ൻ്റെ പണികൾ കണ്ടസ്റ്റൻസിന് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകരായ നമ്മൾ പോലും ചുമ തള്ളു തന്നെ എന്ന് മനസ്സിൽ വെറുതെയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുമല്ലേ. ബിഗ് ബോസ് പ്രേക്ഷക എന്ന നിലയിൽ ഞാൻ ചിന്തിച്ചിരുന്നു കേട്ടോ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. പക്ഷേ കൂടെ 7ൻ്റെ പണികളുമായി ബിഗ് ബോസ് മുന്നോട്ട് വരികയാണ്. ഷോ താൽക്കാലികമായി നിർത്തിവെക്കാൻ പോകുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്ത കണ്ടസ്റ്റൻസിന് കൊടുത്തതിന് തൊട്ടു പിന്നാലെ അടുത്തൊരു ഞെട്ടിക്കുന്ന 7ൻ്റെ പണി കൂടി വന്നിരിക്കുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയ മത്സരാർത്ഥികളിലേക്ക് ഷോ നിർത്തിവെക്കുന്നു എന്ന വാർത്ത കൊടുത്തപ്പോൾ ഞെട്ടിത്തരിച്ച് നിന്ന നിൽപ്പിൽ തന്നെ ഈ ഭൂമി അങ്ങ് ഇല്ലാതായാലോ എന്ന് ചിന്തിച്ച മത്സരാർത്ഥികൾ പോലും അവിടെ ഉണ്ടാകും. ക്ഷമാപണവും ഏറ്റുപറച്ചിലും ഒക്കെ നടത്തി ഷോ പുനരാരംഭിച്ചെങ്കിലും അടുത്ത ഞെട്ടിക്കുന്ന വാർത്ത മത്സരാർത്ഥികളിൽ ഏറെ ആഘാതം സൃഷ്ടിച്ചിരിക്കും എന്ന കാര്യം തീർച്ച തന്നെയാണ്. മിഡ് വീക്ക് എവിക്ഷൻ. നിങ്ങൾ 2 പേർ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടും എന്ന് ബിഗ് ബോസ് പറയുമ്പോൾ ഓരോ മത്സരാർത്ഥിയുടെയും ഉള്ളിലുണ്ടാകുന്ന നെഞ്ചെടുപ്പ് ഒരുപക്ഷെ നമുക്ക് ഇവിടെ ഇരുന്ന് കേൾക്കാൻ സാധിക്കുമായിരിക്കും. ചൊവ്വാഴ്ചയ്ക്കും വെള്ളിയാഴ്ചയ്ക്കും ഇടയിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും 2 മത്സരാർത്ഥികൾ മിഡ് വീക്ക് എവിക്ഷനിലൂടെ എവിക്റ്റാക്കപ്പെടും. പിന്നീട് നടക്കുന്ന നോമിനേഷൻ പ്രോസസ്സ് ഇപ്രകാരമാണ്. ബിഗ് ബോസ് മത്സരാർത്ഥികൾ എല്ലാവരും ഒരു സ്പീച്ച് നടത്തണം. തങ്ങൾ എന്തുകൊണ്ട് ഇവിടെ നിൽക്കാൻ ഡിസേർവിങ് എന്ന് സ്ഥാപിക്കാനുള്ള സ്പീച്ച്. കഴിഞ്ഞ വീക്കിലെ തങ്ങളുടെ പെർഫോമൻസും ഏതൊക്കെ ടാസ്കുകളിൽ എങ്ങനെയെല്ലാം പെർഫോം ചെയ്തു, നിലപാടുകളിൽ എങ്ങനെയെല്ലാം നിന്നു എന്നതിനെക്കുറിച്ചും തങ്ങൾ ഇവിടെ നിൽക്കാൻ ഡിസേർവിങ് ആണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു സ്പീച്ചാണ് ബിഗ് ബോസ് നടത്താനായിട്ട് പറയുന്നത്. എല്ലാ മത്സരാർത്ഥികളോടും പറയുന്നുണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ തകർത്ത് സ്പീച്ച് നടത്തുകയും എല്ലാവരുടെയും കോമൺ ശത്രുവായ നമ്മുടെ അനീഷിന് 15 വോട്ടുകളായി 1ാം സ്ഥാനത്തെത്തുകയും 2ാം സ്ഥാനത്ത് 12 വോട്ടുകളായിട്ട് രേണു സുധിയും എത്തുന്നു. അതിനുശേഷം ഒനിയൽ സാബുവും സരികയും റെനിയും ഒക്കെ എത്തുന്നു. മറ്റുള്ള മത്സരാർത്ഥികൾ എല്ലാവരും തുടർന്ന് അതായത് ഓരോ പൊസിഷൻ അനുസരിച്ച് ഓരോ കണ്ടസ്റ്റൻസും തുടരെ വരുന്നുണ്ട്. ചൊവ്വാഴ്ചയ്ക്കും വെള്ളിയാഴ്ചയ്ക്കും ഇടയിൽ ടാസ്കിൻ്റെ അടിസ്ഥാനത്തിൽ, വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലല്ല, ടാസ്കിൻ്റെ അടിസ്ഥാനത്തിൽ 2 പേരെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടും മിഡ് വീക്ക് എവിക്ഷനിലൂടെ. എന്തായാലും ബിഗ് ബോസ് നല്ല രീതിയിൽ തന്നെ ബിഗ് ബോസ് ആണ് ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിൻ്റെ 7ൻ്റെ പണികളും ഗെയിമുകളൊക്കെയാണ് പ്രേക്ഷകർ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് നല്ല രീതിയിൽ തന്നെ കണ്ടസ്റ്റൻസിനെ കൊണ്ട് ഗെയിം കളിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. കാരണം മുൻപുള്ള സീസണുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്ന് പറയുന്നത് എന്തുകൊണ്ടും വേറിട്ട് നിൽക്കുന്നു എന്ന് പറയാതിരിക്കാനാവില്ല. ഈ ദിവസം വരെയുള്ള ബിഗ് ബോസിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുന്ന സമയത്ത് അതൊരു ഫാക്റ്റ് തന്നെയാണ്.